ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി. വല്ലപ്പുഴ മഞ്ഞളേങ്ങൽ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഞാൻ രാവിലെ മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ കാലിൽ ഒരു പാട് ഇങ്ങനെ കണ്ടത്. അപ്പൊ സാധാരണ പാടല്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാൻ പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞപ്പോ വന്ന് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ വന്ന് നോക്കി. പിന്നെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഓരൊക്കെ വന്ന് പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പോകുമ്പോ ഇതൊക്കെ നോക്കി ഓൾക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. കാൽപ്പാട് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. പിന്നെ പട്ടീന്റെയും പൂച്ചേന്റെയും അല്ലാത്ത ഒരു കാൽപ്പാടാണ്. ഞാൻ പന്നീന്റെ ആണോ വെച്ചിട്ടാണ് ഇറങ്ങി നോക്കിയത്. അപ്പൊ പന്നീന്റെ അല്ല, പന്നീന്റെ കുളമ്പുള്ള കാലല്ലേ. അപ്പൊ ഇതിപ്പോ കുളമ്പുള്ള കാലല്ല. അപ്പൊ അതിങ്ങനെ കാല് കണ്ടപ്പോ അങ്ങനെയാണ് ഞാൻ ആ കുട്ടീനെ വിളിച്ചു കണ്ട് പറഞ്ഞത്. ഇങ്ങനെ അവര് ഓനും തന്നെ ഇതെടുത്ത് പോയിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് സംശയമുണ്ട്, ഞങ്ങൾ നോക്കട്ടെ, സാറിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. വനം വകുപ്പിലെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത്, ട്രോമ കെയർ പ്രവർത്തകൻ നിയാസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാളികാവിലെ കടുവ ഭീഷണി നിൽക്കെയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. രാവിലെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത്. ഇത് വിജയലക്ഷ്മി പറഞ്ഞ ആളെ വീടാണ്. ഇവിടെ രാവിലെ ഇവര് മിറ്റടിക്കാൻ നിന്നിടത്താണ് ഈ കാൽപ്പാടുകൾ കണ്ട്. പതിവില്ലാത്തൊരു കാൽപ്പാട് കണ്ടപ്പോൾ അവർ ശ്രദ്ധിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്ന് നോക്കിയതാണ്. അങ്ങനെ RRT നിയാസിനെ അറിയിച്ചു. നിയാസ് പിന്നെ ശ്രീജിത്ത് തന്നെ ഒരു ഫോറസ്റ്റിൽ ഒരാളായിട്ട് വന്ന് ഒക്കെ അവരൊക്കെ നോക്കി പോയിട്ടുണ്ട്. ഒരു വിവരം പറയാന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ പൂച്ചേൻ്റെയും എന്നൊരു കാൽപ്പാടല്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത്. അപ്പോൾ അവർ വിവരം അറിയിച്ചാൽ അതിൻ്റെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സംഭവം. 6 സെന്റിമീറ്റർ നീളത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. പുലിയുടെ കാൽപ്പാടുകൾക്ക് 7 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുണ്ടാവുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പൂച്ചപ്പുലിയാകാമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് 04931200916. മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കൂട്ടുംപാടം. 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.